കലണ്ടർ താളുകളിൽ നിന്ന് ഒരു വർഷം കൂടി അടർന്നു വീഴുകയാണ്. കായിക പ്രേമികളെ സംബന്ധിച്ച് പ്രതീക്ഷകൾ പലതും പൂവണിഞ്ഞ വർഷമാണ് 2025. ഉത്തരാഖണ്ഡ് വേദിയായ ദേശീയ ഗെയിംസ് മുതൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം വരെയുള്ള കായിക മാമാങ്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ക്രിസ്റ്റി കവൻഡറി ചുമതലയേറ്റ വർഷം. ചരിത്രപരമായ പല നേട്ടങ്ങൾക്കും കായിക രംഗത്തെ പ്രമുഖരുടെ വിടപറയലുകളും 2025 വേദിയായി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് നേട്ടത്തിന് നാം സാക്ഷികളായി. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിരാട് കോഹ്ലി IPL കിരീടത്തിൽ മുത്തമിടുന്നതും അതിന്റെ ആഘോഷങ്ങൾ ദുരന്തത്തിന് വഴിമാറുന്നതും നാം കണ്ടു. ICC ചാമ്പ്യൻസ് ട്രോഫി ഏറ്റുവാങ്ങിയ രോഹിത് ശർമ്മ തൊട്ടു പിന്നാലെ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതിനും വിരാട് ആ പാത പിന്തുടർന്നതിനും ശുഭ്മാൻ ഗിൽ നായകനായി ഉദിച്ചുയർന്നതിനും 2025 സാക്ഷ്യം വഹിച്ചു. ശ്രീജേഷും കുട്ടിപ്പട്ടാളവും ചേർന്ന് ജൂനിയർ ഹോക്കി ലോകകപ്പിൽ വെങ്കല തിളക്കത്തിലേക്ക് ഉയർന്നതും ഈ വർഷമാണ്. ദേശീയ സ്കൂൾ കായികമേളയിലെ കേരളത്തിന്റെ സമാനതകളില്ലാത്ത പ്രകടനവും 2025 നാം കണ്ടു. രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് ബിൽ നിലവിൽ വന്നു. പുതിയ കായിക നയം ആവിഷ്കരിക്കപ്പെട്ടു. 2026 അതിലേറെ കായിക മാമാങ്കങ്ങൾക്ക് വേദിയാകുന്ന വർഷമാണ്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 3 രാജ്യങ്ങൾ ആതിഥ്യം വഹിക്കുന്ന ഫിഫ ലോകകപ്പും ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ICC 2020 ലോകകപ്പുമൊക്കെ വരും വർഷത്തെ ആഘോഷപൂരിതമാക്കും. ലോക കായിക വേദികളിൽ ഇന്ത്യയുടെ നാമം സുവർണ ലിപികളിൽ കുറിച്ചിടാൻ ഈ മാമാങ്ക വേദികളിലൂടെ കഴിയട്ടെ. ഇന്ത്യയിൽ നിന്ന് ഇനിയും വിശ്വം കീഴടക്കുന്ന കായിക പ്രതിഭകൾ ഉയർന്നു വരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നവവത്സര ആശംസകൾ.